വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് കടന്നാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് പരിസ്ഥിതി. നമ്മളിപ്പോ പരിസ്ഥിതി ദിനം, പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം, പരിസ്ഥിതി സംരക്ഷണം, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേയധികം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ആ പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏത് എന്നാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 48A. ആർട്ടിക്കിൾ 48A എന്തിനെ കുറിച്ച് പറയുന്നത്? പരിസ്ഥിതി സംരക്ഷണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് എന്തു കൊടുക്കണം? നിയമസഹായം വ്യവസ്ഥ ചെയ്യണം. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? ആർട്ടിക്കിൾ 39A. പാവപ്പെട്ടവർക്ക് നിയമസഹായം കൊടുക്കേണ്ടതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്ന, പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദം. അത് നിർബന്ധമല്ല അല്ലെ, കുറെ നിർദ്ദേശക തത്വങ്ങളിലൊക്കെ പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടന അനുച്ഛേദമാണ് 39A. അതുപോലെ തന്നെ പിന്നെ അടുത്തത് ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് എത്ര അനുച്ഛേദങ്ങൾ ഉണ്ടായിരുന്നു? ഭരണഘടന, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന അനുച്ഛേദങ്ങളുടെ എണ്ണം എത്രയാണ്? 395. എത്ര അനുച്ഛേദങ്ങൾ, ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു? 395 ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. ഭാഷയിലും അർത്ഥത്തിലും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ തനിപ്പകർപ്പ് എന്ന ഭരണഘടനയെ വിമർശിച്ചത് ആരാണ്? അതായത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്, നമ്മൾ പറയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനോടാണെന്ന്. അപ്പൊ ഭാഷയിലും അർത്ഥത്തിലും 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ തനി പകർപ്പാണ് ഇന്ത്യൻ ഭരണഘടന എന്നൊരാൾ വിമർശിക്കുകയുണ്ടായി. ആ വിമർശിച്ച ആളുടെ പേര് എൻ ശ്രീനിവാസൻ എന്നാണ്. ആരാണ്? എൻ ശ്രീനിവാസനാണ്. അദ്ദേഹമാണ് ഇങ്ങനെ ഒരു വിമർശനം നടത്തിയത്. ആരാണ്? എൻ ശ്രീനിവാസൻ. ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സമിതി അല്ലെ? ഭരണഘടനാ നിയമനിർമ്മാണ സമിതി, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് എന്താണ്? നമ്മുടെ തിരുവിതാംകൂറിൽ നിന്നും ഒരു വനിതയുണ്ടായിരുന്നു. ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയിൽ എവിടെ നിന്ന് വനിതയുണ്ടായിരുന്നു? തിരുവിതാംകൂറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വനിതയുണ്ടായിരുന്നു. അവരുടെ പേരെന്താണ്? അവരുടെ പേര് ആനി മസ്ക്രീൻ എന്നാണ്. ആരാണ് അവര്? ആനി മസ്ക്രീൻ എന്നാണ്. അപ്പൊ ഭരണഘടനാ നിയമനിർമ്മാണ സമിതിയില് തിരുവിതാംകൂറിൽ നിന്നും തിരഞ്ഞെടുത്ത വനിതയാണ് ആനി മസ്ക്രീൻ. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഹിന്ദി പതിപ്പുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് ആരാണ് എഴുതിയത്? വസന്ത് കൃഷ്ണ വൈദ്യ. ആരാണ് ഹിന്ദി പതിപ്പ് എഴുതിയതെന്ന്? വസന്ത് കൃഷ്ണ വൈദ്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹിന്ദി പതിപ്പ് എഴുതിയ വ്യക്തിയാണ് വസന്ത് കൃഷ്ണ വൈദ്യ എന്ന് പറയുന്ന ആള്. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഷകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? ഈ ഭാഷകളെ കുറിച്ച് പറയുന്നത് എത്രാമത്തെ ഷെഡ്യൂളിലാണ്? 8ാമത്തെ ഷെഡ്യൂളിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഷകളെ കുറിച്ച് പറയുന്നത് ഏത് ഷെഡ്യൂളിലാണ്? 8ാമത്തെ ഷെഡ്യൂളിലാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഷകളെ കുറിച്ച് പറയുന്നത് ഏതിലാണ്? 8ാമത്തെ ഷെഡ്യൂളിലാണ്. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടേക്കണേ? കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. ഇനി നമ്മൾ GST ഉണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലേ? ഈ GSTയുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? 101ാമത്തെ ഭേദഗതി. GSTയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ് എന്ന് ചോദിച്ചാൽ 101ാം ഭേദഗതിയാണ് എന്ന് പറയണം. 101ാം ഭരണഘടനാ ഭേദഗതിയാണ് GSTയുമായി ബന്ധപ്പെട്ടത്. ഇനി പുരാതന സ്മാരകങ്ങളൊക്കെ ഇല്ലേ? പുരാതന സ്മാരകങ്ങൾ. ആ പുരാതന സ്മാരകങ്ങൾ സംരക്ഷിക്കണം.
നമ്മുടെ പഴയ കാലത്തുള്ള സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കണം എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 49. എന്താണ്? പുരാതന സ്മാരകങ്ങളൊക്കെ സംരക്ഷിച്ചോളണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 49. ആർട്ടിക്കിൾ 49 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ആർട്ടിക്കിൾ 49 കേട്ടോ. ഇനി അടുത്തത് നമ്മളോട് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള വേറൊരു ചോദ്യമാണ്. അതായത് പാർലമെന്റില് 2 സഭകളുണ്ട്. ഏതൊക്കെ സഭകളാ? ലോക്സഭയുണ്ട്, അതുപോലെ തന്നെ രാജ്യസഭയുണ്ട് അല്ലേ? ഈ പാർലമെന്റില് ലോക്സഭയും അതുപോലെ തന്നെ രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 108. പാർലമെന്റില് ലോക്സഭ, രാജ്യസഭ എന്നിവയുടെ സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ഏത് അനുച്ഛേദ പ്രകാരമാണ്? അനുച്ഛേദം 108 പ്രകാരമാണ്. അതുപോലെ തന്നെ അടുത്തത് സംസ്ഥാനങ്ങളിൽ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. സംസ്ഥാനങ്ങളിലെ അടിയന്തരാവസ്ഥ, അതായത് സ്റ്റേറ്റ് എമർജൻസി. സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് എമർജൻസി 356 ആണ്. ആർട്ടിക്കിൾ 356 എന്തിനെ കുറിച്ച് പറയുന്നു? സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് പറയുന്നു. സ്റ്റേറ്റ് എമർജൻസിയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 356 ഇനി അടുത്തത് ഉപരാഷ്ട്രപതി. ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? പ്രധാനപ്പെട്ട അനുച്ഛേദങ്ങളാണ് നമ്മളിവിടെ പറയണേ. 63. ഉപരാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 63 അതുപോലെ തന്നെ ഗ്രാമസഭ സമ്മേളിച്ചോളണം. ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? അനുച്ഛേദം 243A ആണ്. ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 243A. ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറയുന്നു 63. സംസ്ഥാന അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു 386. പാർലമെന്റിലെ ജോയിന്റ് സിറ്റിംഗിനെ കുറിച്ച് പറയുന്നു 108. പുരാതന സ്മാരകങ്ങൾ സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 49. GSTയുമായി ബന്ധപ്പെട്ട ഭേദഗതി 101 ഭേദഗതി. വിദ്യാഭ്യാസം ഉൾപ്പെട്ടിരിക്കുന്ന ലിസ്റ്റ് ഏതാണ്? വിദ്യാഭ്യാസം ഏതിലാ ഉൾപ്പെട്ടിരിക്കണേ? കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്തത് മാപ്പ് നൽകുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം. അപ്പൊ പ്രസിഡന്റിന് അല്ലെ മാപ്പ് നൽകാനുള്ള അവകാശമുണ്ട്. അങ്ങനെ പ്രസിഡന്റ് മാപ്പ് നൽകുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്ന അതിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 72 ആണ്. പ്രസിഡന്റിന്റെ പാർഡനിങ് പവർ, മാപ്പിനെ കുറിച്ച് പറയുന്ന മാപ്പ് നൽകുന്നതിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ 72. ഇനി അടുത്ത ആളാണ് അഡ്വക്കേറ്റ് ജനറൽ. നമ്മൾ കഴിഞ്ഞ ദിവസം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പഠിച്ചു. ഇവിടെ ആരെ കുറിച്ചാ പറയണേ? അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 165. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം 165. ഏതാണ്? 165. ഇനി നമ്മുടെ ബഡ്ജറ്റിനെ കുറിച്ച് ഏതിലാ പറയണേ? യൂണിയൻ ബഡ്ജറ്റ്. യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 112. യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? നമ്മുടെ 112 യൂണിയൻ ബഡ്ജറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി സംസ്ഥാനത്തെ ഗവർണർമാരെ കുറിച്ച് പറയുന്നത്, സംസ്ഥാന ഗവർണർമാരെ കുറിച്ച് പറയുന്നത് 153. സംസ്ഥാന ഗവർണർമാരെ കുറിച്ച് പറയുന്ന ഭരണഘടനാ അനുച്ഛേദം 153. ഗവർണർമാരെ കുറിച്ച് 153. ഇനി അടുത്തത് നമ്മുടെ ഉപരാഷ്ട്രപതിയെ കുറിച്ച് പറയാണ്. ഈ ഉപരാഷ്ട്രപതിയെ ആരാ തെരഞ്ഞെടുക്കുക എന്നാ ചോദിക്കണേ. ഇന്ത്യയിലെ ഉപരാഷ്ട്രപതി പദവിയിലിരിക്കുന്ന വ്യക്തിയെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? പാർലമെന്റിലെ ഇരുസഭകളിലെയും അംഗങ്ങൾ, ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങളാണ് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. ഇനി അടുത്തത് ഒരു ബില്ല് പാർലമെന്റില് നമ്മള് ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ ബില്ല് അവതരിപ്പിക്കും എന്ന് പറയും അല്ലെ? ആ ബില്ല് നിയമമാകുന്നത് എപ്പോഴാണ്? ഒരു ബില്ല് നിയമമാകുന്നത് അത് രാഷ്ട്രപതി സൈൻ ചെയ്യുമ്പോഴാണ്. ബില്ല് നിയമമാകുന്നത് നമ്മൾ പറയും ലോക്സഭ അംഗീകരിച്ചു അല്ലെങ്കിൽ രാജ്യസഭ അംഗീകരിച്ചു, അത് കഴിഞ്ഞ് രാഷ്ട്രപതി ഒപ്പുവെച്ചു എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? അപ്പോ ഒരു ബില്ല് നിയമമാകുന്നത് എപ്പോഴാണ്? രാഷ്ട്രപതി സൈൻ ചെയ്യുമ്പോഴാണ്.
രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വന്നാൽ, രാഷ്ട്രപതി രാജിവെച്ചു അല്ലെങ്കിൽ രാഷ്ട്രപതി മരണം സംഭവിച്ചു, പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. ആ രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ ആര് വരും? ഉപരാഷ്ട്രപതി ആ പദവി അലങ്കരിക്കും. ആ ഉപരാഷ്ട്രപതി ആ പദവി അലങ്കരിക്കുന്നത് എത്ര കാലത്താണ്? 6 മാസത്തേക്കാണ്. രാഷ്ട്രപതിയുടെ സ്ഥാനം ഒഴിവ് വന്നാൽ ഉപരാഷ്ട്രപതിക്ക് 6 മാസത്തേക്ക് ആ പദവിയിൽ ഇരിക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതും കൂടി ഓർക്കണം. ഇനി അഖിലേന്ത്യാ സർവീസ് ഉണ്ട് അല്ലെ, IAS IPS അഖിലേന്ത്യാ സർവീസുകൾ. ഈ അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥന്മാരെ ആരാ നിയമിക്കുക? രാഷ്ട്രപതി നിയമിക്കും. അഖിലേന്ത്യാ സർവീസിലെ ഉദ്യോഗസ്ഥന്മാരെ ആര് നിയമിക്കും? രാഷ്ട്രപതി നിയമിക്കും. ആരാണ് നിയമിക്കുക? രാഷ്ട്രപതി നിയമിക്കും. ഇനി അടുത്തത് ഹൈക്കോടതി ജഡ്ജിയെ ആരാ നിയമിക്കുക? ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നതും ആരെന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. ഇനി ഇന്ത്യയുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി ആകാനായിട്ട് എത്ര പ്രായം വേണം നമുക്ക്? ഇന്ത്യൻ രാഷ്ട്രപതിയാകാൻ കുറഞ്ഞ പ്രായം എത്രയാണ്? 35 വയസ്സാണ്. ഇന്ത്യൻ രാഷ്ട്രപതി ആവാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? നമ്മുടെ എന്താ പറയാ 35 വയസ്സാണ് കേട്ടോ. ഇനി പ്രസിഡന്റിന് ഓർഡിനൻസ് അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് പുറപ്പെടുവിക്കാം? ഓർഡിനൻസ് പുറപ്പെടുവിക്കാം. പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഒരു ഓർഡിനൻസിന് എത്ര മാസത്തെ കാലയളവുണ്ട്? 6 മാസത്തെ കാലയളവാണ്. പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസിന്റെ കാലയളവ് 6 മാസമാണ്. പ്രസിഡന്റ് പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസിന്റെ കാലയളവ് എത്ര മാസമാണ്? 6 മാസമാണ് എന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയില്ലേ? ഇനി നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ ഉണ്ട് അല്ലെ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഇലക്ഷൻ കമ്മീഷണർ. ആ ഇലക്ഷൻ കമ്മീഷണറെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരം ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആർക്കാന്നാ പറയാ? രാഷ്ട്രപതിക്ക്. അപ്പൊ ഇലക്ഷൻ കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള അവകാശവും ആർക്ക് തന്നെയാണുള്ളത്? രാഷ്ട്രപതിക്കാണുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ട് അല്ലെ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട്. ആ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ആര് നിയമിക്കുന്നതും രാഷ്ട്രപതി തന്നെയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ് എന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഗവർണർ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ, ഗവർണറുടെ അഭാവത്തിൽ, എന്താണ്? ഗവർണറുടെ അഭാവത്തില് ചുമതലകൾ നിർവഹിക്കുന്നത് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇപ്പൊ ഗവർണർ ഇല്ലാത്ത സന്ദർഭങ്ങളിൽ, ഗവർണറുടെ അഭാവത്തിൽ ആരാണ് കാര്യങ്ങൾ നോക്കുക? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ചുമതലകൾ നിർവഹിക്കേണ്ടത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി അടുത്തത് നമ്മുടെ ഓരോരോ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? രാഷ്ട്രപതിയെയാണ്. അപ്പൊ സംസ്ഥാനങ്ങളിലെ പ്രഥമ പൗരൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഗവർണറെയാണ്. ഓരോ സംസ്ഥാനങ്ങളിലെയും പ്രഥമ പൗരൻ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ഗവർണറെയാണ്. ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കുന്നതിനുള്ള ഗവർണർ പദവിയിൽ ഇരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? 35 വയസ്സാണ്. എത്രയാണ്? 35 വയസ്സാണ് ഗവർണർ പദവിയിൽ ഇരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം. എത്രയാ? 35 വയസ്സാണ് എന്ന് ഓർത്തു വയ്ക്കുക. എത്ര വയസ്സാണ്? 35 വയസ്സാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? അടുത്തത് ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? മൗലിക അവകാശങ്ങളെയാണ്. മൗലിക അവകാശങ്ങളെ നമ്മൾ ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 24 പ്രകാരം എന്താണ് നിരോധിക്കപ്പെട്ടിരിക്കുന്നത്? ബാലവേല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 24 പ്രകാരം എന്താണ് നിരോധിക്കപ്പെട്ടിരിക്കുന്നത്? ബാലവേല. എന്താണ്? ബാലവേലയാണ് നിരോധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർത്തുവെക്കാം. അടുത്തത്, ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്താൽ എത്ര മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം? പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഒരാള് എത്ര മണിക്കൂറിനുള്ളിൽ
മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കണം. 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കണം. ആ വ്യക്തിയെ കോടതിയിൽ ഹാജരാക്കണം. ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ദേശീയ പുരസ്കാരം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി ഏതാണ്? ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതി എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന ഭാരതത്തിന്റെ ദേശീയ പുരസ്കാരം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ഭാരതരത്നത്തെയാണ്. എന്തിനെയാണ്? ഭാരതരത്നത്തെയാണ് അല്ലെ. ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരം എന്ന് വിളിക്കുന്നത് ഏതിനെയാണ്? ഭാരതരത്നത്തെയാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാ പ്രീവിയസ് ഇയറിൽ PSC ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ ടോപ്പിക് വൈസ് ഉള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പഠിക്കാം. അതിനൊപ്പം തന്നെ ഇത്തരം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടി ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും